ആരാധ്യനായ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ വിജയകൃഷ്ണൻ, വേദിയിലുള്ള മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ LC ഉമ്മൻ, സംഘടനയുടെ ആരാധ്യനായിട്ടുള്ള പ്രിയപ്പെട്ട വേദിയിലുള്ള പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, കമ്പനിയുടെ MD, ചെയർമാൻ, മറ്റ് നേതാക്കന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, കേബിൾ TV ഓപ്പറേറ്റർമാരെ, കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കേബിൾ TV മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരുടെ മക്കൾക്ക് വേണ്ടി SSLCയിലും അതുപോലെ തന്നെ +2ലും ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികളുടെ ആദരിക്കുന്ന ചടങ്ങ് ഈ സൊസൈറ്റി നടത്തി വരികയാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വടക്ക് കാസർഗോഡ് മുതൽക്ക് തെക്ക് തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ ഓപ്പറേറ്റർമാരുടെ മക്കളിൽ നിന്നാണ് നമ്മൾ ഈ പുരസ്കാരം സെലക്ട് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും A+ കിട്ടിയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ സൊസൈറ്റി ഇന്ന് വളർന്ന് നിൽക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് പ്രസിഡന്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നമ്മുടെ സംഘടനയുടെ നിയന്ത്രണത്തിലാണ് യഥാർത്ഥത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ആദ്യത്തെ സംരംഭമാണ് ഈ സൊസൈറ്റി. അതിനുശേഷം നമ്മൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ സംഘടനയുടെ നിയന്ത്രണത്തിൽ, നമ്മുടെ കേരള വിഷനായാലും അതുപോലെ തന്നെ ന്യൂസ് ചാനലായാലും ജില്ലയിലുടനീളം കാണുന്ന നമ്മുടെ വ്യത്യസ്ത ജില്ലാ കമ്പനികൾ, അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ കമ്പനികളുണ്ട്. ഇതെല്ലാം ആദ്യം വന്നിട്ടുള്ള സൊസൈറ്റി വന്ന ശേഷമാണ് നമുക്കിതെല്ലാം വന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മുടെ സൊസൈറ്റി ഏതാണ്ട് 2021 ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറക്കാലം അത് പ്രവർത്തനത്തിൻ്റെ തീർത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലുണ്ടായിട്ടുണ്ട്. പിന്നീട് അതിനെ നമ്മൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് തിരുവനന്തപുരം സർക്കിളിലാണെങ്കിൽ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും നല്ല അഭിപ്രായം രൂപീകരിച്ചെടുക്കാൻ, കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നമ്മുടെ ഈ സംവിധാനത്തിനെ സംബന്ധിച്ച് ആദ്യം വ്യക്തതയില്ലായിരുന്നു. എങ്ങനെ നിങ്ങൾ ഈ നിങ്ങളെ ഓപ്പറേറ്റർമാർക്ക് നൽകുന്ന ലോണുകൾ എങ്ങനെ നിങ്ങൾ റീഫണ്ടബിളാക്കി എടുക്കുന്നു, തിരിച്ചു പിടിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ ആശങ്കകളെല്ലാം അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഇന്ന് വളരെ കൃത്യമായിട്ട് ഈ മേഖലക്കകത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമായി വളരുന്നതിന് നമ്മുടെ സൊസൈറ്റിക്ക് സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2-3 വർഷമായി നമ്മൾ ഈ മേഖലക്കകത്ത് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വർഷവും നമ്മൾ ഏകദേശം ഒരു 70-ൽ താഴെ കുട്ടികൾ നമ്മളെ
സ്റ്റേറ്റ് ബേസ് ചെയ്ത് നമ്മൾ എടുത്തപ്പം ആ രീതിയിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയുമുള്ള ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന കുട്ടികൾക്ക് തുടർന്നുള്ള അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആ രീതിയിലേക്കുള്ള ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തൊരു പ്രഭാഷണം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്രദം ആകുമെന്ന് പ്രത്യാശിക്കാം. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഔപചാരികയുടെ പേരിൽ നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡന്റിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ വിജയകൃഷ്ണൻ. അതുപോലെ നമ്മുടെ ഈ പരിപാടി ഇപ്പം ഏതാനും സമയങ്ങൾക്കകം ഉദ്ഘാടനം ചെയ്യുന്നത് MK സാനു മാസ്റ്ററാണ്. MK സാനു മാസ്റ്ററെ സംബന്ധിച്ച് ഇപ്പം അദ്ദേഹം വേദിയിലില്ലാതെ തന്നെ ഞാൻ പറയുകയാണ്. സാനു മാഷ് ഏതാണ്ട് 1926 അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. 100 പൂർത്തീകരിക്കുകയാണ്. ആ 100 വയസ്സിലേക്ക് വരുമ്പോഴും കർമ്മനിരതരായിക്കൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഉടനെ തന്നെ തീർച്ചയായിട്ടും കുട്ടികളുടെ ഒരു പരിപാടി എന്നുള്ള നിലക്ക് ആ പരിപാടി വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഏതാണ്ട് വലിയൊരു കാലം, അദ്ദേഹത്തിന് ഇപ്പം ഏതാണ്ട് ഒരു 80 വർഷക്കാലം അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ, എന്തിനേറെ പാർലമെന്ററിയൻ എന്നുള്ള നിലക്ക് പോലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സാനു മാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള എത്രയോ ആളുകൾ വലിയ ഉയർന്ന റാങ്കുകളിലും ഉയർന്ന നിലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്, അവരുടെ മക്കളുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം വരും. അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്നത് സാഹിത്യ നിരൂപണമുണ്ട്, സാഹിത്യ വിമർശനമുണ്ട്, ചെറുകഥാ സമാഹാരമുണ്ട്, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെത്. നിങ്ങൾക്ക് വ്യത്യസ്ത ബുക്ക് സ്റ്റാളുകളിലെല്ലാം പോയാൽ സാനു മാഷ് എഴുതിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാനും നമുക്ക് ആ രീതിയിൽ രചനകൾ നമുക്ക് കിട്ടും. ഏതായാലും അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയെന്ന് പറയുന്നത് ഏറെ സന്തോഷകരമാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹം ഏതാനും സമയങ്ങൾക്കകം വരും. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രഭാഷണം നടത്തുന്നത് LC ഉമ്മൻ, സൈക്കാട്രിസ്റ്റാണ്. ഇവിടെ പറഞ്ഞതുപോലെ എറണാകുളം അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും വ്യത്യസ്ത സ്ഥലങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു അദ്ദേഹമാണ് ശ്രീ LC ഉമ്മൻ. തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ പരിപാടിക്കകത്ത് നമ്മളെ കുട്ടികൾക്ക് ഏറെ പ്രചോദനമാകുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചുരുങ്ങിയ സമയങ്ങളാണെങ്കിലും ആ സമയം കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരള വിഷൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് സുപരിചിതയാണ് എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നമ്മുടെ സ്ത്രീപക്ഷം എന്ന് പറയുന്ന പരിപാടിക്കകത്ത് ഒട്ടേറെ സംവാദങ്ങളിൽ ആ മേഖലക്കകത്ത് തൻ്റെ വ്യക്തിത്വം അതിനകത്ത് പങ്കുവെക്കാൻ തീർച്ചയായിട്ടും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ശ്രീ LC ഉമ്മൻ സ്വാഗതം ചെയ്യുക. പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സംഘടനയുടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ സംഘടന നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ കേരള വിഷൻ ചാനലായാലും ഡിജിറ്റൽ മേഖലക്കകത്തായാലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളായാലും ഈ മേഖലകളിലെല്ലാം അതിനകത്ത് പൂർണ്ണമായ നിയന്ത്രിക്കുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയാണ്. ഈ സംഘടനയുടെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, ആരാധനായ നമ്മുടെ പ്രസിഡന്റിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. ഈ സംഘടനയുടെ
ആരാധ്യനായിട്ടുള്ള നമ്മുടെ ജനറൽ സെക്രട്ടറി PB സുരേഷ്, എല്ലാവർക്കും ഈ മേഖലക്കകത്തുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഈ എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. നമ്മുടെ സംഘടനയുടെ ട്രഷറർ ബിനു ശിവദാസ്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ശ്രീ ബിനു ശിവദാസിനെ സ്വാഗതം ചെയ്യുക. നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ, KCCLന്റെ ചെയർമാൻ ഗോവിന്ദേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും എല്ലാ പരിപാടികളിലും നമ്മുടെ വേദികളിലെല്ലാം എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും പങ്കെടുക്കുന്ന ശ്രീ ഗോവിന്ദേട്ടനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുക. കേരള ന്യൂസ് മലയാളത്തിൻ്റെ MD-യും അതുപോലെ സംഘടനയുടെ സംസ്ഥാന നേതാവും കൂടിയായിട്ടുള്ള സിദ്ദീഖ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ PSCB, നമ്മുടെ കേരള വിഷൻ ന്യൂസിൻ്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമതി ക്രിസ്റ്റീന ചെറിയാൻ, ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നമ്മുടെ ബിസിനസ് എഡിറ്ററാണ് 24 ന്യൂസിൻ്റെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവരെ ഞാൻ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളെ നന്ദി പ്രകാശിപ്പിക്കുന്നത് പത്മകുമാറാണ്. പത്മകുമാറിനെ നമ്മുടെ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കൂടി വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പങ്കെടുത്തിട്ടുള്ള നമ്മളെല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും അതുപോലെ നമ്മുടെ കേബിൾ TV മേഖലക്കത്തുള്ള ഓപ്പറേറ്റർമാരായി അതുപോലെ നമ്മുടെ സിഡ്കോയുടെ ബോർഡ് അംഗങ്ങൾ, നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മറ്റ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു.